ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്ത ഒരു പഴമാണ്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ നേന്ത്രപ്പഴമൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് നെയ്യാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ബ്ലാക്കും വൈറ്റും റൈസിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കാഷ്യൂനട്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ നേന്ത്രപ്പഴം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. നേന്ത്രപ്പഴമൊക്കെ വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ നല്ലൊരു യെല്ലോയിഷ് കളറായി വരും. ഇപ്പോൾ ഈ നേന്ത്രപ്പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഏത്തപ്പഴവും തേങ്ങ ചിരകിയതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര നമ്മൾ ഓൾറെഡി പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുക്കുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചുക്കുപൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി ശർക്കരയിൽ ഈ പഴം നമ്മൾ ഒന്ന് വരട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരപ്പാനിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ശർക്കരപ്പാനിയിൽ ഏത്തപ്പഴം ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്ത് വരണം. അപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പഴം വരട്ടിയത് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര പാനി എടുത്തിട്ടുണ്ടായിരുന്നത് 3/4 ഗ്ലാസ്സാണ്. അതേ ഗ്ലാസ് അളവിന് തന്നെയാണ് നമ്മൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ നമ്മൾ ഒരു 1/2 ഗ്ലാസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഗോതമ്പ് പൊടിയും പഴവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി നമ്മൾ കുറേശ്ശായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 1 ഗ്ലാസ് ചിലപ്പോൾ വേണ്ടി വരില്ല, ചിലപ്പോൾ 1 ഗ്ലാസ്സിൽ കൂടുതൽ വേണ്ടി വരും. അതൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പൊടി മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യമാണെങ്കിൽ മാത്രം വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ നമ്മൾ ശർക്കര ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കളർ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഇതിന് അത്ര ഒരു ബ്രൗൺ കളർ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറിനാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാറുള്ള സ്റ്റീൽ പ്ലേറ്റ് പോലുള്ള പാത്രങ്ങൾ എടുത്താലും മതി. നമ്മൾ വട്ടയപ്പമൊക്കെ ആവിയിൽ വേവിച്ചെടുക്കുന്ന പോലെ ഇതും ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ പാത്രത്തിനുള്ളിൽ ഒരു വാഴയില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഴയിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഴയില ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന റൈസിൻസ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുത്തു. നമ്മൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ അതിന് മുകളിലേക്കാണ് നമ്മൾ പഴത്തിൻ്റെ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും അതിന് മുകളിൽ നമ്മൾ കുറച്ച് റോസ്റ്റ് ചെയ്ത റൈസിൻസും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് സ്റ്റീമറിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുത്തു. ഇത് ഒരു 25-30 മിനിറ്റ് വരെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊരു 30 മിനിറ്റാണ് ഒന്ന് വേവിച്ചെടുത്തത്. അതിനുശേഷം നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് മാറ്റാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രത്തിൽ നിന്നൊന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വാഴയിലയൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വാഴയിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾക്ക് എപ്പോഴും വാഴയിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്